ഇത്തരം പ്രചരണങ്ങൾ അരങ്ങ് തകർക്കുമ്പോഴും അതിന് ഇതല്ല സത്യം എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള എതിർ പ്രചാരണങ്ങൾ അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തേണ്ടതാണല്ലോ. പ്രത്യേകിച്ചും ചരിത്രം ഇങ്ങനെ വക്രീകരിക്കപ്പെട്ട് ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഇങ്ങനെ അവഹേളിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം മറ്റ് പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അത് എത്രത്തോളം നടക്കുന്നു എന്നൊരു ചോദ്യം. നമ്മുടെ ഭാഗത്തു നിന്ന് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം, യഥാർത്ഥ വസ്തുത ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഇതിനകത്തൊരു അതായത് ഒരു ആൻറ്റി നരേറ്റീവ് ഉണ്ടാക്കുക, അതിനൊരു കൗണ്ടർ നരേറ്റീവ് സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ സവർക്കറെ സംബന്ധിച്ചുള്ളൊരു സിനിമ പുറത്തിറങ്ങി. സവർക്കറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, വലിയൊരു ജീവചരിത്രം, ഒരു പ്രഗത്ഭനായ ചരിത്രകാരൻ വിക്രം സമ്പത്തിൻ്റെ ഒരു ജീവചരിത്രം പുറത്തിറങ്ങി. ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയതാണ്. പക്ഷേ വളരെ ആസൂത്രിതമായി പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, മതേതര പുരോഗമന രാഷ്ട്രീയ നേതാക്കന്മാർ, അവർ വസ്തുതകളെ വളച്ചൊടിച്ച് തെറ്റായി അവതരിപ്പിക്കുന്ന തരത്തിലൊരു പ്രചണ്ഡമായ പ്രചരണം സവർക്കർക്കെതിരെ നടത്തുന്നു. ഇപ്പോൾ സവർക്കർ ഒരു RSSൻ്റെ ചുമതലപ്പെട്ട ആളല്ല. സവർക്കർ ഒരു സമയത്തും RSSൻ്റെ ചുമതല എടുത്തിട്ടില്ല. പക്ഷേ RSS സവർക്കറെ എന്തുകൊണ്ട് ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എന്ന് ചോദിച്ചാൽ സവർക്കർ നടത്തിയിട്ടുള്ള ധീരോജ്വലമായ, ത്യാഗോജ്വലമായ പോരാട്ടം, ഈ നാടിന് വേണ്ടി നടത്തിയ പോരാട്ടം, ആ നാടിന് വേണ്ടി നടത്തിയ ഇത്തരം പോരാട്ടങ്ങൾ, അത് സവർക്കർ നടത്തിയതാവട്ടെ, സുഭാഷ് ചന്ദ്രബോസ് നടത്തിയതാവട്ടെ, അല്ലെങ്കിൽ ഡോക്ടർ അംബേദ്കറിൻ്റെ ഭാഗത്തു നിന്നുള്ള അദ്ദേഹത്തിന്. അപ്പോൾ ഡോക്ടർ അംബേദ്കർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഡോക്ടർ അംബേദ്കർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചിട്ടില്ല. അതുകൊണ്ട് ഡോക്ടർ അംബേദ്കർ സ്വാതന്ത്ര്യ സമര സേനാനിയല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അംബേദ്കറുടെ ജീവിതങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു സമരത്തിലും ഡോക്ടർ അംബേദ്കർ പങ്കെടുത്തിട്ടില്ല. വലിയ കോൺട്രവേഴ്സി ആകാൻ ഞാൻ ഈ പറയുന്നത്. പക്ഷേ ചരിത്രം അതാണ്. ഡോക്ടർ അംബേദ്കർ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമരത്തിലും പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോയിട്ടുമില്ല. പക്ഷേ അദ്ദേഹം നടത്തിയ പ്രവർത്തനം എവിടെയാണ്? ഭാരതത്തിലെ സാമൂഹ്യ ജീവിതക്രമങ്ങളിൽ ഉണ്ടായിട്ടുള്ള, ജനങ്ങളുടെ ഇടയിലുണ്ടായിട്ടുള്ള ഭിന്നതകൾ, അയിത്തം, തൊട്ടുകൂടായ്മ, അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള സാമൂഹ്യ അസമത്വം, അത് യഥാർത്ഥത്തിൽ അതും ഒരു സ്വാതന്ത്ര്യ സമരമാണ്. ഇപ്പം നാരായണ ഗുരുദേവൻ നടത്തിയിട്ടുള്ളത് ഒരു സ്വാതന്ത്ര്യ സമരമാണ്. വേറൊരു അർത്ഥം, ഇപ്പോൾ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സ്വാതന്ത്ര്യ സമരം മാത്രമല്ലല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് എന്തുകൊണ്ട് അയിത്തോച്ചാടനം അവരുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി? അല്ലെങ്കിൽ നൂൽനൂൽപ്പ് എന്തിന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി? അല്ലെങ്കിൽ മദ്യവർജനം എന്തിന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി? അപ്പോൾ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്നത് മാത്രമല്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തി ജയിലിൽ പോകുന്നത് മാത്രമല്ല സ്വാതന്ത്ര്യ സമരമായിരുന്നത്. ഈ മുഴുവൻ ഭാരതത്തിലും സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി, സാമൂഹ്യ സമത്വത്തിന് വേണ്ടി, തൊട്ടുകൂടായ്മ, അയിത്തം തുടങ്ങിയിട്ടുള്ള അനാചാരങ്ങൾക്കെതിരായി നടത്തുന്ന പ്രവർത്തനം, ഹിന്ദി പ്രചാരത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനം, ഖാദി പ്രചാരത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനം, എല്ലാം സ്വാതന്ത്ര്യ സമരമാണ്. അപ്പോൾ കേവലം ഇതിലേക്ക് മാത്രം ചുരുക്കിക്കെട്ടി ഇതിനെ വക്രീകരിക്കുന്നതിനെ സമർത്ഥമായി ചെറുക്കുകയും അത് പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് ഇനിയും ധാരാളം നമ്മുടെ ഭാഗത്തു നിന്ന് അത്തരം പ്രചരണങ്ങൾ, ഈ സംഘടിതമായ രാജ്യവിരുദ്ധ, രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ പ്രചരണത്തിനെതിരായി നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. എല്ലാ ഭാഗത്തു നിന്നും കൊണ്ടുവരണം. ഇത് ആസൂത്രിതമാണ്. ഇത് സവർക്കർക്കെതിരായിട്ടുള്ളൊരു പ്രചരണമാണെന്ന് ധരിക്കരുത്. സവർക്കർക്ക് ഇനി എന്താ നഷ്ടപ്പെടാനുള്ളത്? സവർക്കർക്ക് ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല. സവർക്കറെ ആക്രമിച്ചുകൊണ്ട് ഇവർ ശ്രമിക്കുന്നത് ഭാരതത്തിൻ്റെ സ്വത്വത്തെ ആക്രമിക്കാനാണ്, ഭാരതത്തിൻ്റെ ദേശീയ സ്വാഭിമാനത്തെ തകർക്കാനാണ്. അപ്പോൾ ഭാരതത്തെ തകർക്കാൻ, ഭാരതത്തിൻ്റെ ദേശീയ സ്വാഭിമാനത്തിൻ്റെ അടിയുറച്ചു നിന്ന് പ്രവർത്തിച്ച ബിംബങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. അത്തരം ബിംബങ്ങളെ ഇല്ലാതാക്കുക. അത് വളരെ ആസൂത്രിതമാണ്. ഇതൊരു സവർക്കർ മാത്രമല്ല. ഇവർ ഗാന്ധിയെക്കുറിച്ച് എന്താ പറഞ്ഞിരുന്നത്? എ ക്ലവറസ്റ്റ് ബുർഷ്വാസി സ്കൗണ്ടറൽ എന്നാണ് ഗാന്ധിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശേഷിപ്പിച്ചിരുന്നത്. ഇവർ സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചിരുന്നത്. ഇവർ ദേശീയ നേതാക്കന്മാരെയൊക്കെ അപകീർത്തിപ്പെടുത്തുന്ന സമീപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടക്കം മുതൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവരിൽ നിന്ന് നമുക്ക് വേറൊന്നും പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇതിനെ ബദൽ നരേറ്റീവ്, കൃത്യമായി ഒരു ഗ്രാൻഡ് നരേറ്റീവ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഒരു ഗ്രാൻഡ് നരേറ്റീവ്, സവർക്കർ ആരായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഗ്രാൻഡ് നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട്
സവർക്കർക്കൊരു ഭാരതരത്ന കൊടുക്കാൻ ഗവൺമെൻറ് ആലോചിക്കണം. ഈ രാജ്യത്തിൽ യഥാർത്ഥത്തിൽ ഇത്രയും ത്യാഗം സഹിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ രാഷ്ട്രം ഭാരതരത്ന നൽകി ആദരിക്കേണ്ട ഒരു മഹത് സന്താനമാണ്, രാജ്യത്തിൻ്റെ ഒരു മഹത് പുത്രനാണ് സവർക്കർ എന്നുള്ളതാണ് സത്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് സവർക്കറുടെ ജീവിതം പഠിക്കുമ്പോൾ.